പത്തനംതിട്ടയിൽ രോഗിയുമായി സഞ്ചരിച്ച ആംബുലൻസ് കെഎസ്ആർടിസി ബസ്സിലേക്ക് ഇടിച്ചുകയറി 8ഓളം പേർക്ക് പരിക്ക്. പത്തനംതിട്ട കലഞ്ഞൂർ റോഡിലെ വളവിൽ തെന്നിമാറിയാണ് അപകടം. പത്തനംതിട്ടയിലേക്ക് വന്ന ബസ്സും പത്തനാപുരത്തേക്ക് രോഗിയുമായി പോയ ആംബുലൻസുമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ പത്തനാപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കും. ശശിനാരായണൻ, ദൃശ്യങ്ങളിൽ ഇതൊരു വലിയ അപകടമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കെഎസ്ആർടിസി ബസ്സൊക്കെ തകർന്ന നിലയിലാണ്. എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, ഒരു ഉച്ചയ്ക്ക് ഒരു 12 മണിയോട് കൂടിയാണ് ഇത്ര ഒരു അപകടമുണ്ടാകുന്നത്. അതായത് പത്തനംതിട്ടയിൽ നിന്നിലേക്ക് പത്തനാപുരത്തും പത്തനംതിട്ടയ്ക്ക് വരുന്ന കെഎസ്ആർടിസിയിലേക്ക് കോന്നിയിൽ നിന്നും അതുപോലെ തന്നെ പത്തനാപുരത്തേക്ക് പോയ ആംബുലൻസ് ആണ് ഇടിച്ചു കയറിയത്. സേവാഭാരതിയുടെ ആംബുലൻസ് ആണ്. അത് മഴയായതുകൊണ്ട് റോഡിലെ ഈ ബ്രേക്ക് ചവിട്ടിയപ്പോൾ തെന്നിമാറിയെന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് അറിയുന്ന വിവരം. എന്തായാലും ഈ അപകടത്തിൽ 8 പേർക്കാണ് പരിക്ക് പറ്റിയത്. ഡ്രൈവർക്കും കെഎസ്ആർടിസി വാഹനത്തിലെ ഡ്രൈവർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്, ആംബുലൻസ് ഡ്രൈവർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ യാത്രക്കാരിലും ബാക്കിയുള്ള 6 പേരുള്ള യാത്രക്കാർക്ക് അവർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇടിയുടെ ആഘാതത്തിൽ ആംബുലൻസിലെ രോഗി ഈ കോന്നി മെഡിക്കൽ കോളേജിൽ നിന്നും പത്തനാപുരത്തേക്ക് കൊണ്ടുവരുന്ന തിരുവനന്തപുരത്തേക്ക് വരുന്ന രോഗി കൂടി ആംബുലൻസ് തെറിച്ച് റോഡിലേക്ക് വീഴുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വലിയൊരു ആക്സിഡന്റ് ആണ് ഉണ്ടായത്. അപകടത്തിൽ നിന്നും വലിയ രീതിയിൽ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ മഴയുടെ കാരണം കൊണ്ട് റോഡിൽ ബ്രേക്ക് ചെയ്ത സമയത്ത് ഈ ആംബുലൻസ് തെന്നി മാറിയാണ് ഇത് ഇടിച്ചതെന്ന് അറിയപ്പെടുന്നത്. അതായത് ഈ പറയുന്നത് അതായത് സേവാഭാരതിയുടെ ആംബുലൻസ് ആണ് അപകടത്തിൽ പെട്ടത് എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയുന്നവർ. എന്തായാലും ഈ പരിക്കേറ്റവരെ പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി, ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവച്ചു. ആംബുലൻസ് ഏതാണ്ട് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. കെഎസ്ആർടിസി ബസ്സും കാര്യമായി ആഘാതം സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ ഒരു അപകടമാണ് ഉണ്ടായത്.